നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ആദ്യത്തെ ക്ഷേത്രത്തെ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. കോയമ്പത്തൂർ ജില്ലയിൽ മേട്ടുപ്പാളയം നഗരത്തിനടുത്തുള്ള സിറുമകൈ ഇടുകും പാളയം ജയമംഗള ആഞ്ജനേയ സ്വാമി ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയായി വരമരുളുന്ന ദൈവമാണ്. ഇവിടെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിക്ക് വഴിപാടായി ഒരു കൈപ്പിടി അരി കാണിക്ക തരാം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഉദ്ദിഷ്ട കാര്യസിദ്ധി സുനിശ്ചിതമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. പാണ്ഡ്യരാജാക്കന്മാർ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ചുവരിൽ മീൻ ചിഹ്നം ഉണ്ട്. ഇവിടെയുള്ള ഹനുമാൻ ശിലയ്ക്ക് 717 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് വിശ്വാസം. 8 അടി ഉയരമുള്ള പാറയിൽ 6 അടി ഉയരത്തിലും 5 അടി വീതിയിലും കൊത്തിയെടുത്ത ഹനുമാൻ ശിലയുടെ പ്രത്യേകത ഹനുമാൻ ഭക്തരെ നോക്കുന്നു എന്ന പോലെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. തലയ്ക്ക് മീതെയുള്ള വാലിന്റെ അഗ്രത്തിൽ മണിയുമുണ്ട്. വലത് കൈയിൽ സുദർശന ചക്രവും ഇടത് കൈയിൽ സൗഗന്ധിക പൂവുമുണ്ട്. വിവാഹം, സന്താന ഭാഗ്യസിദ്ധി എന്നിവയ്ക്കായി ശനിയാഴ്ച തോറും ഭക്തർ സ്വാമിക്ക് തുളസിമാല വഴിപാടായി നൽകി പ്രാർത്ഥിക്കാറുണ്ട്. ഉടൻ തന്നെ ഫലസിദ്ധി ലഭിക്കുവാനായി ഒരു കൈപ്പിടി അരി നിത്യവും എടുത്തുവെച്ച് അത് കാണിക്കയായി സമർപ്പിക്കുന്നു. മേട്ടുപാളയത്ത് നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടുകംപാളയം ശ്രീ ജയമംഗള ആഞ്ജനേയ സ്വാമി കോവിലിൽ എത്താം. ഇനി നമുക്ക് വിശേഷപ്പെട്ട മറ്റൊരു ഹനുമാൻ ക്ഷേത്രത്തെ പരിചയപ്പെടാം. ഹനുമാൻ മൃതസഞ്ജീവനി മലയെ ചുമന്നുകൊണ്ടു പോകുമ്പോൾ മാർഗമധ്യേ ഒരിടത്ത് കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാനെ ദർശിക്കാനായി താണു പറക്കുകയുണ്ടായി. ആ സമയത്ത് മലയിൽ ഉണ്ടായിരുന്ന ചില പാറകൾ ഉരുണ്ട് താഴെ വീണു. പിൽക്കാലത്ത് ആ കല്ലുകളിൽ ഒന്നിൽ ഹനുമാന്റെ വിഗ്രഹം വാർത്തെടുക്കപ്പെട്ടു. ആ സ്ഥലമാണ് ചെന്നൈക്കടുത്ത് കാഞ്ചീപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഹാബലിപുരം. ഇവിടുത്തെ ഹനുമാനെ വിശാല ആഞ്ജനേയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൈസൂരിലുള്ള മഹിഷാസുരമർദിനി ദേവിയുടെ അതിവിശേഷപ്പെട്ട ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ദേവി പരാശക്തി മഹിഷാസുരമർദിനിയായി രൂപമെടുത്ത് മഹിഷാസുരനെ നിഗ്രഹിച്ച സ്ഥലമാണ് മൈസൂർ. മൈസൂർ എന്ന പേര് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ചാമുണ്ടേശ്വരി എന്നാണ് ദേവിയുടെ തിരുനാമം. 10 മുഖം, 10 കൈ, 10 കാലുകൾ എന്നിവയോടുകൂടി കാഴ്ചയ്ക്ക് ഉഗ്രരൂപിണിയാണെങ്കിലും അമ്മയെപ്പോലെ സ്നേഹമുള്ള ദേവിയായിട്ടാണ് ചാമുണ്ഡി ദേവി വസിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഹംപിയിൽ ദസറ ആഘോഷം നടന്ന കാലത്ത് മൈസൂർ ദസറയും പ്രസിദ്ധമായി. ചാമുണ്ടേശ്വരി ക്ഷേത്രവും മൈസൂർ അരമനയും ദസറ പ്രമാണിച്ച് അലങ്കരിക്കപ്പെടുന്നു. ദസറ ഉത്സവത്തിൽ പ്രധാന പരിപാടി ആനകളുടെ ഘോഷയാത്രയാണ്. 50-ലധികം ആനകൾ സെപ്റ്റംബർ ആദ്യ വാരം മുതൽ മൈസൂരിൽ എത്തിത്തുടങ്ങും. ഈ ആനകളിൽ ഏത് ആനയ്ക്കാണ് ചാമുണ്ഡി ദേവിയെ ചുമലിലേറ്റാൻ ഭാഗ്യം സിദ്ധിക്കുക എന്നത് പ്രധാനമാണ്. ഈ ആനയുടെ മീതെ സ്വർണ്ണ സിംഹാസനത്തിൽ ചാമുണ്ഡി വിഗ്രഹം വെച്ച് ഗ്രാമത്തെ വലം വയ്ക്കുന്നു. മൈസൂർ രാജാവാണ് ഈ ഗ്രാമവലം ചടങ്ങ് തുടങ്ങി വെച്ചത്. ഇപ്പോഴും മൈസൂര് രാജപ്രതിനിധിയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിവിശേഷപ്പെട്ട 3 ക്ഷേത്രങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.